ഗൈസ്, ഞാൻ ഒരുപാട് കാലമായിട്ട് സൂക്ഷിച്ചു വെച്ചൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഇനി പിന്നെ മൈക്കൊന്ന് കൊടുക്കട്ടെ. ഓക്കെ, അടക്കട്ടെ. അപ്പോൾ ഈ ഞാൻ ക്യാമറയിൽ കല്ലല്ലേ ആദ്യം നോക്കി. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്താ പറയാ, ഇത് ഞാൻ ഇന്നലെ ഷെൽഫ് തുറന്ന് ഷെൽഫൊക്കെ ഹൈബറി കടന്ന് അമ്മ സെറ്റാക്കുമ്പോൾ കണ്ടതാണ്. ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സംഭവമാണിത്. എന്താണ് കാണിച്ചിട്ട് എന്റെ ഓട്ടോഗ്രാഫ് ഇന്ന് 10ാം ക്ലാസ്സിലത്തെ ഓട്ടോഗ്രാഫാണ്. ഇന്നലെ ഞാനിതെടുത്ത് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. 10ാം ക്ലാസ് കാലഘട്ടത്തിൽ ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് മൊമെന്റ്സ് എന്റെ മനസ്സിലൊക്കെ വന്ന് ഒരുപാട് ഓർത്ത് ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ വന്ന നിമിഷമായിരുന്നു. പിന്നെ അന്നൊക്കെ വെച്ചാൽ ഫ്രണ്ട്സായിട്ട് ചില്ലടിച്ച് നടക്കുന്ന കാലല്ലേ. ഇപ്പത്തെ പോലും നല്ലതില്ല അന്നെന്ന് വെച്ചാല് എല്ലാത്തിനും പെൺകുട്ടിക്ക് വലിയ ഫ്രീഡം ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. എങ്കിലും കൂടിയിട്ട് നമുക്ക് പറ്റും പോലൊക്കെ നമ്മള് കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാന് ഫസ്റ്റത്തെ പേജിലൊന്നും ഒന്നുമില്ല. എല്ലാരും ആദ്യം എഴുതാണെന്ന്, ആദ്യം എന്റേതാവണ്ടെന്ന് വിചാരിച്ചിട്ടേക്കല്ലോ ഫസ്റ്റത്തെ 2-3 പേജിൽ ആരും എഴുതിയില്ല. പിന്നെ ഫസ്റ്റ് എഴുതിയത് എന്റെ ലുബാബ എന്ന് പറഞ്ഞ ഫ്രണ്ടാണ്. അവളത് ഞാൻ വായിച്ചുതരാം. അപ്പോ പേര് പറഞ്ഞുണ്ട്. അപ്പം ഡിയർ റീനു, കാത്തുനിന്ന് ഇത് കത്തുന്നത് വിളക്കല്ല, വിളക്കിലെ തിരിയാണ്. വിരിയുന്നത് നമ്മളല്ല. ഇത് പീന്നാണത് സംഭവം. വാ പോലാണ് അവളെ എഴുതിയത്. ഒന്നുകൂടി അയച്ചേരെ. ഡിയർ റീനു, കത്തുന്നത് വിളക്കല്ല, വിളക്കിലെ തിരിയാണ്. പിരിയുന്നത് നമ്മളല്ല, നമ്മളിലെ വിധിയാണ്. ബൈ ലുബാബ. നിന്റെ ചിരിയുണ്ടെങ്കിൽ മുറ്റത്ത് റോസാപ്പൂ വേണ്ട, നിന്റെ കണ്ണുകൾ ഉണ്ടെങ്കിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ വേണ്ട, നിന്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ വീട്ടിൽ വണ്ടി വേണ്ട. ഒന്നും എനിക്ക് മനസ്സിലായില്ല, ഫോട്ടോ ഒന്നും എടുത്തില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ 10ാം ക്ലാസ്സിന്റെ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ എഴുതിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോ അടുത്തത് ആരാ എഴുതിയത്? ഡിയർ റിനു. എന്റെ പേര് റിമു. എന്റെ പേര് റിൻഷി എന്നാണല്ലോ. റിമു, മറ്റേല് റിമു എന്നെഴുതി. ഡിയർ റിമു, ആഗ്രഹിക്കാത്ത നിമിഷത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യമാണ് സുഹൃത്ത്. നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത അമൂല്യ നിധിയാണ് സൗഹൃദം. അതാണ് ആരെ എഴുതിയാലോ? ഫാസി. അടുത്ത പേജിലൊന്നുമില്ല. അടുത്തത് സെലീന. സെലീന നമ്മളെ കടലിൽ തന്നെയുള്ള എന്റെ നാട്ടിലുള്ള ആളാണ്. അപ്പോൾ എന്താ എഴുതിയത്? ഡിയർ, കാലം എല്ലാത്തിനെയും മായ്ക്കും ഒരു പരിധി വരെ, എന്നാലും മനസ്സിലൊരു കനലായി ചില ഓർമ്മകൾ, നൊമ്പരങ്ങൾ എന്നും കാണാം. ഇടക്ക് ഓർത്ത് താലോലിക്കാൻ. ബൈ സെലീം. അങ്ങനെ ഒരുപാടുണ്ട്. ഇത് വായിച്ചാലൊന്നും തീരില്ല ഗൈസ്. അപ്പോ ആയിഷ നസ്രീൻ എഴുതിയ, കൂടുതൽ ആരെയും വിശ്വസിക്കരുത്, കൂടുതൽ ആരിൽ നിന്നും പ്രതീക്ഷിക്കരുത്, കൂടുതൽ ആരെയും സ്നേഹിക്കരുത്. കാരണം ആ കൂടുതൽ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കും. അങ്ങനൊരു തൊട്ടാണ്. ബൈ ആയിഷ. ആയിഷയൊക്കെ ഇപ്പൊ എവിടെ ആണോ ആവും, ഒരു വിവരമില്ല. പിന്നെ ഇതൊരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഇപ്പോ ഒരു വിവരമൊന്നുമില്ല, പക്ഷെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫ്രണ്ടായിരുന്നു, നല്ല കമ്പനി ആയിരുന്നു. അനസ് പി എന്നാണ് പേര്. അപ്പോ എന്റെ തൊട്ടൊന്ന് നമ്മൾ വായിച്ചപ്പോ, പൂവിന്റെ അഴക് അതിന്റെ സുഗന്ധത്തിലാണ്, എങ്കിലും മഴവില്ലിന്റെ അഴക് അതിന്റെ വർണ്ണങ്ങളിലാണെങ്കിലും സ്നേഹത്തിന്റെ അഴക് നിന്നെ പോലുള്ള സുഖത്തിലാണ്. നല്ല കേട്ടല്ലേ നിശ്ചയം. ബൈ അനസ്. അപ്പൊ അങ്ങനെ കൊറേ ഉണ്ട് മക്കളെ. കുറെ ആൾക്കാരില് വായിച്ചാൽ തീരെയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ എന്നാൽ ഇത് കുത്തിരുന്ന് വായിച്ചു വരുന്നു. അപ്പൊ ഓരോരുത്തരെയും
പേര് വായിക്കുമ്പോൾ ഓരോരുത്തരുടെ ക്യാരക്ടർ ഓരോരുത്തരും ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അപ്പോ ഇതൊന്നും നിങ്ങളുമായിട്ട് പങ്കെടുക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഈ ഓട്ടോഗ്രാഫ് ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചവരുണ്ടെങ്കിൽ പറയണേ. ഒക്കെ രസമല്ലേ എടുക്കെടുത്ത് വായിക്കുമ്പം. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹസീന എന്നാ പേര്. അപ്പൊ ഓള് തൊട്ടൊന്ന് വായിച്ചു നോക്കാം. എനിക്ക് ഓളൊരു ഓർമ്മയുണ്ട്. അതായത് ക്ലാസ്സിൽ നമ്മൾ A+ ക്ലാസ്സിലേക്കൊക്കെ മാറ്റൂലേ, അപ്പൊ ഓള് ഞാന് Aയിലും ഓള് A+ലും ആയിപ്പോയി. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഓളെ കെട്ടിപ്പിടിച്ച് നിലോത്സവമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ആ ഇടക്ക്. അപ്പൊ ഓള് തൊട്ടുകൂടി വായിക്കട്ടെ. വാവ കരയുന്നത്. ഡിയർ റിൻ, മനസ്സിലെ വികാരങ്ങളെ അവതരിപ്പിക്കാൻ പലപ്പോഴും പേനകൾക്കാവില്ല. എന്റെ പേനയ്ക്ക് ആ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈ സത്യം. അപ്പോ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് വായിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം എന്റെ വാവ കരയുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ഇത് വായിച്ചു തരും, നിങ്ങൾക്ക് വായിച്ചു തരാനുള്ളൊരു സ്റ്റേഷനല്ല. അപ്പൊ എനിക്ക് ഇത് വായിച്ചതിലൂടെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് ഓർമ്മകൾ ഇതിലേക്ക് വന്നു. ഒരുപാട് സന്തോഷവും സങ്കടവും എന്താ പറയാ, ഞാൻ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചിരുന്നു. ഇന്നത്തെ കാലം ഫ്രണ്ട്സായിട്ട് എന്താ പറയാ നല്ല രസമായിരുന്നു. അപ്പോൾ ഇനിയൊന്നും ആ കാലഘട്ടം നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഈ വീഡിയോയിലൂടെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ 10ാം ക്ലാസ്സിലത്തെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്.